യാ മോനെ, ഇന്നൊരു അടിപൊളി ഐറ്റംസാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. എന്താണെന്ന് അറിയണ്ടേ? ഒരു 10 തേങ്ങ കൊണ്ടുള്ള പരിപാടിയാണ്. കണ്ട തേങ്ങ ഉരിക്കുന്ന കണ്ട 10 തേങ്ങൻ്റെ പരിപാടി. എന്താണ് അച്ഛൻ നമ്മൾ ഉണ്ടാക്കുന്നത്? നല്ല വെർജിൻ കോക്കനട്ട് ഓയിൽ, അതായത് വെന്ത വെളിച്ചെണ്ണ. നമ്മുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ കുട്ടികൾക്കും എല്ലാം ഒരു ഔഷധ ഗുണമുള്ള ഒരു സാധനമാണ് വെന്ത വെളിച്ചെണ്ണ. നമുക്കത് ഇന്ന് മൊത്തത്തിലുള്ള ഒരു പ്രയത്നമാണ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള പ്രയത്നമാണ്. അത് ഈ ഒരു പരിപാടി തുടങ്ങിയത് രാവിലെ ആണെങ്കിലും കഴിഞ്ഞത് രാത്രിയാണ്. അത് നമ്മളൊരു 5-6 മിനിറ്റിലാണ് ഇത് കാണിക്കുന്നത് കേട്ടോ. നിങ്ങളെല്ലാവരും കാണണം. ഒരു 10 തേങ്ങ എടുത്തിട്ടുള്ള ആ 10 തേങ്ങ നല്ലോണം ഉരിച്ച് അങ്ങനെ തന്നെ അതിൻ്റെ വെള്ളം എടുത്ത് മാറ്റുന്ന കേട്ടോ. പൊട്ടിച്ചിട്ട് അതിൻ്റെ വെള്ളം നല്ല ഔഷധ ഗുണമുള്ള സാധനം എല്ലാവർക്കും അറിയാം. ഇവർ 2 ഗ്ലാസ് ഇപ്പം കുടിക്കുന്നുണ്ട് ടയേർഡായിട്ട്. കാരണം ഇത് രാവിലെ തൊട്ട് വൈകുന്നേരം ഉള്ള പ്രയത്നമാണ്. അപ്പോൾ എന്തായാലും ഇത് കുടിച്ചിട്ട് വേണം നമുക്കൊരു എനർജി കണ്ടെത്താൻ. ഒരു തേങ്ങ ഉരിക്കാനുള്ള കഷ്ടപ്പാട് നമുക്കറിയാം. അപ്പോൾ 10 തേങ്ങയല്ല ഒറ്റ അടിക്ക് ഉരിക്കുക എന്ന് പറയുന്നത് വലിയ കഷ്ടപ്പാടാണ്. അങ്ങനെ ഓരോന്നും വെട്ടി വെള്ളം ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. പൊടി വീഴാണ്ടിരിക്കാനാണ് അരിക്ക വെച്ചിട്ട് അരിക്കുന്നത്. അതെ, അങ്ങനെ ഓരോന്നും വെട്ടി വെള്ളം അതിലേക്ക് പാത്രത്തിലേക്ക് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് കുറേ 10 തേങ്ങ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ വളരെ ചുരുങ്ങിയതായിരിക്കും. ഇത്രയും ഉണ്ടാവും കണ്ട. നല്ല മൊഞ്ചത്തിയായിട്ട് എല്ലാവരും കുളിപ്പിച്ച് വെച്ചിക്കഥ. ഇനി ഓരോന്നെടുത്ത് നമുക്ക് എന്താക്കാം? അതിന് മുമ്പ് വെള്ളം കുടിക്കണം. 2 പെഗ് അങ്ങ് അടിക്കുക. ഇനി വേറെ രക്ഷയില്ല. വാ, നല്ല തേങ്ങ വെള്ളം, എനർജറ്റിക് ഡ്രിങ്ക് ആണ്. ഒരു ദിവസത്തെ ക്ഷീണം മാറിപ്പോ. പണി തുടങ്ങാം. ക്ഷീണമെല്ലാം മാറിയല്ലോ വെള്ളം. നല്ല മൊഞ്ചത്തെ കുട്ടികൾ നിരനിരയായി നിർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരെ നമുക്ക് ചിരവി ഇങ്ങനെ മാറ്റാം. ഉണ്ടല്ലേ ചിരവി നമുക്ക് അങ്ങനെ എല്ലാം ചിരവി നമ്മൾ ചെറുങ്ങനൊരു മിക്സിയിലേക്ക് മാറ്റാം. കുറച്ച് ഇടുന്നു. വലിയ ജാർ എടുക്കണേ. അത് നമുക്ക് നല്ല രീതിയിലുള്ള പിന്നെ ഇതൊന്നും വേണ്ടല്ല. ചെറുങ്ങനെ കൃഷി ചെയ്താൽ ചെറിയ രീതിയിൽ പാല് നല്ല രീതിയിൽ കിട്ടണം. പാലെടുക്കാതെ മെയിൻ. അതിന് മിക്സിയിലേക്ക് പോയിട്ട് അടിക്കാം. എല്ലാ തേങ്ങ ഇതുപോലെ ക്രഷ് ചെയ്ത് മാറ്റും. അങ്ങനെയുള്ളൊരു പാത്രത്തിലേക്ക് ആക്കുക. എന്നിട്ട് എന്താക്കുക? നമ്മൾ കല്യാണ വീട്ടിൽ നിന്നുള്ള നമ്മൾ പാല് വീയുന്നില്ലേ, ഒരു പിന്നെ തോർത്തിൽ വെച്ചിട്ട് അതേ ഇതന്നെ മെത്തേഡ് തന്നെ. നല്ല വൃത്തിയുള്ള ഒരു തോർത്തോ തുണിയോ എടുത്തിട്ട് അതിലേക്ക് കുറച്ചായിട്ട് തേങ്ങ ഇടും. അല്ല ക്രഷ് ചെയ്ത് നമ്മൾ ക്രഷ് ചെയ്ത തേങ്ങ ആയതുകൊണ്ട് തന്നെ പാല് നല്ല രീതിയിൽ പാല് വരും. നോക്കി നല്ല ഇതിൽ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല, മൊത്തം പാലാണ് വരുന്നത്. ഒറ്റ പ്രാവശ്യം പിഞ്ഞാൽ മതി കേട്ടോ. ഒന്നാം പാല് മാത്രം. പിഴിഞ്ഞ പാലെല്ലാം നമുക്കിനി വലിയൊരു പാത്രത്തിലേക്ക് മാറ്റാം. വലിയൊരു ചെമ്പിലേക്ക്. ശരിക്കും പറഞ്ഞാൽ ചെമ്പല്ല വേണ്ടത്, ഉരുളി ഉണ്ടെങ്കിൽ അതാ നല്ലത്. പക്ഷെ നമ്മുടെ കയ്യിൽ ഉരുളി ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത്രയും പാല് കിട്ടി. പക്ഷെ നമുക്ക് എത്ര വെന്ത വെളിച്ചെണ്ണ കിട്ടും നിങ്ങൾ കണ്ട കേട്ടോ. ഇത് കണ്ടാ പേർക്ക് ഇത്രയും വെളിച്ചെണ്ണ കിട്ടും. ഇതിനെപ്പറ്റി അറിയാത്ത ആൾക്ക് അതെ. ഇനി ഇതാണ് പരിപാടി. വെള്ളം വീട്ടിൽ എത്ര ആളുണ്ട് എല്ലാവരെയും ഇതിപ്പോ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അടുപ്പത്ത് വെച്ചിട്ട് ഇളക്കൊണ്ടിരിക്കണ്ട. പുക വരുന്നുണ്ടായിരുന്നു. ചെമ്പിന്റെ വലിപ്പം കൊണ്ട് അടുത്ത് ഒരാൾക്ക് എന്താ നിന്നെടുക്കാൻ പറ്റില്ലെങ്കിൽ വീട്ടിലുള്ള ആൾക്കാരെല്ലാം വിളിച്ചു. 4-5 ആൾക്കാരെ ഇത് ഇളക്കുന്നത് കണ്ട. കുറി ഇത്തിരി ആയി. ഇനി ഇതിലും കുറയും. ഇതിന്റെ കളറും നല്ല ക്ഷമ വേണം. കളറും മാറി തിളയും വരും. കയ്യിൽ കൊള്ളാണ്ട് നോക്കണേ. കുറച്ച് മെനക്കെട്ട് ചിലപ്പോൾ വെളിച്ചെണ്ണൊക്കെ എത്രയുണ്ട്? ഏകദേശം പിന്നെ 4 രൂപേൻ്റെ അടുത്ത് വെളിച്ചെണ്ണ വരുന്നുണ്ട്. അപ്പോൾ കുറച്ചൊരു മെനക്കെട്ടിട്ട് വീട്ടിൽ സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന വെളിച്ചെണ്ണ പൊടിയല്ല, നല്ല ഫ്രഷ് ആയിരിക്കും. ശരിക്കും കുട്ടികൾക്കെല്ലാം മുലപ്പാലിനോളം ഔഷധ ഗുണമുള്ള സാധനമെന്നാണ് പറയുന്നത് ഈ വെന്ത വെളിച്ചെണ്ണ. കഴിക്കാൻ കൊടുക്കുക ഒരു സ്പൂൺ ശരീരത്തിലാണ്. ഇനിയിപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ നേരെ കുറച്ചായിട്ട് ഊറി വരും. ഇത്ര പാടുണ്ടായിരുന്നു.
ഇപ്പൊ അടിയിലാ ഇത്രേ ഉള്ളൂ. ഇതാ വേണ്ട വെളിച്ചെണ്ണ അതാ ഇപ്പൊ ഇത് ഒരു അരിപ്പ വെച്ചിട്ട് ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടാ. സമയം രാത്രിയായി, രാവിലെ തുടങ്ങിയ പണിയാ. വാ റിസൾട്ട് രാവിലെ മുതലുള്ള അധ്വാനത്തിന്റെ ഫലം കിട്ടി കേട്ടാ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിക്കൊണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടാ. ഓക്കെ, പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.